ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ശരാശരി ഇസ്ലാം മത വിശ്വാസിയുടെ മനസ്സിന്റെ ദുഷിപ്പും അവരുടെ മനസ്സിന്റെ മാലിന്യവും എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏതാനും ചില ദിവസങ്ങളാണ് ഇക്കഴിഞ്ഞ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്. നമ്മൾ വിചാരിക്കുന്നത് ഇവര് സമാധാനത്തിന്റെ വക്താക്കളാണ് എന്നാണ്. അല്ല, പ്രത്യേകിച്ച് മതം പറഞ്ഞ് മതത്തിന്റെ പേരിൽ യൂട്യൂബിൽ വന്ന് ചാനലുകളിലൂടെ ഈ വാരി വിതറുന്ന സമാധാനത്തിന്റെ സന്ദേശമുണ്ടല്ലോ, അതെന്താണെന്നും ഇവരുടെ ഉള്ളിലുള്ള ക്യാൻസർ ചിന്താഗതി എന്താണെന്നും ആളുകൾ അറിയണം. എൻ്റെ ഉമ്മച്ചി മരിച്ചു, അപ്പോ കബറടക്കം എന്ന് പള്ളിക്കാര് പറഞ്ഞില്ല. ഒന്നാമത്തെ ആക്ഷേപമാണ്. എന്തെങ്കിലും പറയണ്ടേ? കണ്ടന്റ് കിട്ടണ്ടേ? ജാമിദ എന്ന് വച്ചാൽ 4 പേര് കൂടുതൽ കാണും. ജാമിദയുടെ മാതാവ് മരിച്ചതിൽ നെഞ്ച് തകർന്നു. നെഞ്ച് തകരുമട നാറികളെ. എനിക്ക് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 20 വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന, താങ്ങും തണലുമായി സപ്പോർട്ടായിട്ട് നിന്നിരുന്ന, ജീവനു തുല്യം ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച എല്ലാ മക്കളെയും ഒരേപോലെ കണ്ട ഒരു മാതാവാണ് മരിച്ചത്. അല്ലാതെ മാതാവിനെ കിട്ടിയാൽ കയറി ഭോഗിക്കാമെന്ന് വിചാരിക്കുന്ന തുമ്പൻ സ്റ്റീമിനെ പോലെ അല്ല, പറയേണ്ടി വരുന്നതാണ്. ഈ വിഷയവുമായി കണക്ട് ചെയ്ത് ഇവന്മാരെ പറയരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവര് ചോദിച്ചു വാങ്ങിയാൽ പറയാതിരിക്കാൻ പറ്റില്ല. ഒരുത്തരിട്ടിരിക്കുന്ന വീഡിയോ ആണ് നെഞ്ചുപൊട്ടി ജാമിദ. എടുത്തു തരാതെ. ഈ ഹറാം പറന്ന ടീമിനെ പൊളിച്ചടുക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യൂട്യൂബ് ചാനലും കൊണ്ടിരിക്കുന്നത്? ഇവന്മാരുടെ വൈകൃതങ്ങൾ എന്താണെന്നും ചിന്താ വൈകല്യങ്ങൾ എന്താണെന്നും ജാമിദയോട് ഇവന്മാർക്കുള്ള കലിപ്പ് എന്താണെന്നും ആളുകൾ അറിയണ്ടേ? എൻ്റെ ഉമ്മച്ചി പോയേ, നെഞ്ചു പൊട്ടി ജാമിദ. അല്ലടാ നാറി മലര, നിന്റെ തള്ള ചത്തുപോയാൽ, നിന്റെ തള്ള മരിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നാൽ, ആക്സിഡന്റിൽ പെട്ട് തൊലഞ്ഞു പോയാൽ നീ എന്ത് ചെയ്യുമടാ നാറി? ചെണ്ട കൊട്ടിച്ചിരിക്കുമോ? ആ നാറിയുടെ മുഖവും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. എൻ്റെ ഉമ്മച്ചി പോയേ, ഒരു കരച്ചിലിന്റെ ചിഹ്നവും, നെഞ്ചു പൊട്ടി ജാമിദ. ഇത് ജാമിദയ്ക്ക് പടച്ചവൻ കൊടുത്ത മുന്നറിയിപ്പ്. ഈ നാറിയുടെ മോന്തയൊന്ന് നോക്കിക്കോ. അല്ലടാ അലവലാതി തെണ്ടി, നീ എല്ലാ കാലവും ഇരിക്കുമോ? നിന്റെ തള്ള ചത്തുപോയാ നീ എന്ത് ചെയ്യുമടാ? കൈകൊട്ടി പാട്ടുപാടി ചിരിക്കുമോ? ക്ഷമിക്കണം, എനിക്ക് പറയേണ്ടി വരുന്നതാണ് കേട്ടോ. അതിനകത്ത് എൻ്റെ ഉമ്മച്ചിയുടെ ചിത്രം, എൻ്റെ ചിത്രം, ഈ നാറി. ജാമിദയ്ക്ക് പടച്ചവൻ കൊടുത്ത മുന്നറിയിപ്പ്. അല്ലടാ, ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ മരിച്ചു പോയപ്പോൾ അവർക്ക് ആർക്കും ഒരു മുന്നറിയിപ്പും പടച്ചവും കൊടുത്തിട്ടില്ല. അയ്യോ എടാ, നബിയുടെ മാതാവ്, ഭർത്താവ് മരിച്ച് 2.5 വർഷം കഴിഞ്ഞാണ് പ്രസവിച്ചത് മുഹമ്മദിനെ. അതൊരു മുന്നറിയിപ്പല്ല. നബി ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു തീർത്ഥാടനത്തിനിടയിൽ ആമിനായും ചത്തുപോയി. അതൊരു മുന്നറിയിപ്പായിട്ട് നിനക്ക് തോന്നിയില്ല? നബിയെ സംരക്ഷിച്ച എല്ലാ ആളുകളും പാതി വഴിക്ക് കെട്ടടങ്ങിപ്പോയി. ഇതൊന്നും ഒരു മുന്നറിയിപ്പായിട്ട് നിനക്ക് തോന്നിയില്ല? അല്ലടാ, നിന്റെ തള്ള ചത്തുപോകുമ്പോഴും നീ മുന്നറിയിപ്പാണെന്ന് പറയുമോ? പക്ഷേ അത് മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞ് ജാമിദ വീഡിയോ ചെയ്യത്തില്ല. കാരണം തീട്ടം തിന്ന് ജാമിദയ്ക്ക് ശീലമില്ലാത്തത് കൊണ്ട്. എന്ത് മുന്നറിയിപ്പാടാ നാറി ഇതുകൊണ്ടുള്ളത്? എന്തടാ, നിന്റെ തള്ള ചാവത്തില്ലേ? ഈ പറയുന്ന ഒരുത്തന്റെയും തള്ളമാര് ചാവത്തില്ലേ? 100 വയസ്സ് കഴിഞ്ഞ എത്ര തള്ളമാരുണ്ടടാ ജീവിച്ചിരിക്കുന്നവരില്? എന്ത് കോണാത്തിലെ മുന്നറിയിപ്പാടാ അലവലാതി നീ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട്? ജാമിദയുടെ ഉമ്മച്ചി മരിച്ചുപോയി, നെഞ്ചു പൊട്ടി ജാമിദ. പിന്നെ എന്ത് ചെയ്യോടാ? നിന്നെയൊക്കെ പോലെ തള്ളമാരെയും പെങ്ങന്മാരെയും കണ്ടാൽ ഉദ്ധരിച്ച ലിംഗവുമായി ചെന്ന് കയറിക്കൊടുക്കണോടാ അലവലാതി.
നീയൊക്കെ അങ്ങനെയാണോ ചെയ്യാറ്? എടാ, സ്വന്തം ഉമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുണ്ടടാ നിനക്കൊക്കെ. മദ്രസയിലെ പൈതലുകളെ പോലും കണ്ടാൽ വെളിച്ചെണ്ണയിട്ട് കമിഴ്ത്തിയും മലർത്തിയും കിടത്തി പണിയുന്ന നിന്റെ ഒക്കെ വർഗങ്ങളെ പറയണം. ജാമിദായ്ക്ക് പടച്ചവൻ കൊടുത്ത മുന്നറിയിപ്പാണെന്ന് പോലും. എന്നിട്ട് അവൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതേ, ജാമിദായ്ക്ക് ഉമ്മാടെ വേഷം കണ്ടു കഴിഞ്ഞാല് ഇസ്ലാമിക വേഷമാണ്, ഇസ്ലാമിലേക്ക് യുക്തിവാദത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് ജാമിദായ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നട കൊണ്ടുപോകല് നിന്റെയൊക്കെ രീതിയാ. പണം കൊടുത്തും വശീകരിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പള്ളിയും മഹല്ലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകല് നിന്റെയൊക്കെ ജോലിയാ. ഞാനേ കറകളഞ്ഞ മതവിശ്വാസിയല്ല, മതം ഉപേക്ഷിച്ച ആളാ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസവും നിരാസവും എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അതേപോലെ തന്നെ മാനിക്കാനും എനിക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യാവകാശം അവർക്കുണ്ട് എന്ന് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഭരണഘടന അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. അത് അവരുടെ മൗലികമായ അവകാശമാണ്. അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മറ്റൊരാളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി സ്വീകരിക്കേണ്ടുന്ന ഒന്നല്ല മതമെന്ന് ഇതിന്റെ കമന്റ് ബോക്സ് നമുക്ക് ഊഹിക്കാമല്ലോ. ഇതുപോലെ ഒരു മുറിയനിടുന്ന വീഡിയോയുടെ താഴെ വരുന്ന തുമ്പൻ സ്ട്രീമിന്റെ കമന്റുകൾ നമുക്കറിയാമല്ലോ. ശരി, ഇനി ഇവന് എനിക്ക് അള്ളാഹു തരുന്ന മുന്നറിയിപ്പുണ്ടല്ലോ. അല്ലടാ, നിന്റെ പടച്ചോനെന്തിനാടാ മുന്നറിയിപ്പും കോപ്പും തന്നിട്ട് സിംഹാസനത്തിൽ കയറി ആകാശത്തിൽ പോയി മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഒളിച്ചിരിക്കേണ്ടുന്ന ഗതികേട് എന്താടാ വരുന്നത്? പടച്ചവൻ വിചാരിച്ചാൽ ഒരു നിമിഷാർദ്ധ നേരം പോരടാ എന്നെ പഠിപ്പിക്കാൻ. അതിനെന്റെ പാവപ്പെട്ട ഉമ്മയെ മരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഉമ്മച്ചി വളരെ നന്നായി ജീവിച്ചു മരിച്ചതാ. BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ 93-94 വയസ്സുവരെ അന്തസ്സായിട്ട് ജീവിച്ചു മരിച്ച ഉമ്മയാ. ഒരൊറ്റ പല്ല് പോയിട്ടില്ല, കണ്ണിന്റെ കാഴ്ചക്ക് പ്രശ്നമില്ല. ഈ 1 വർഷം മുമ്പ് വരെ സൂചിയിൽ നൂല് കോർത്ത് തുണി തയ്ക്കുമായിരുന്നു, വട്ടി മൊടയും, അതുപോലെ പായ ഉണ്ടാക്കും. ഇതെല്ലാം ഈ 93 വയസ്സുകാരി ചെയ്തിരുന്നതാ. നിന്റെയൊക്കെ ഉമ്മമാർക്ക് പറ്റുവോ? ഈ 1 വർഷം മുമ്പ് വരെ എത്ര വേണമെങ്കിലും നടക്കാൻ എൻ്റെ ഉമ്മച്ചിക്ക് പറ്റുമായിരുന്നു. ഇപ്പോഴും കിടന്ന കിടപ്പിലല്ല മരിച്ചത്. എന്നിട്ട് എൻ്റെ ഉമ്മച്ചിയെ മരിപ്പിച്ചിട്ട് അള്ളാഹു എന്നെ പഠിപ്പിച്ചതാണെന്ന്. അപ്പൊ നിന്റെ പടച്ചവന്റെ നീതിബോധം എന്താടാ? ഒരു നിരപരാധിയായ മനുഷ്യനോട് അനീതി കാണിച്ചിട്ട് വേറെ ഒരു യുക്തിവാദിയെ പഠിപ്പിക്കാനോ ഒരു നിരീശ്വരവാദിയെ പഠിപ്പിക്കാനോ? നീ തന്നെ വിശ്വാസത്തിന് പുറത്താണല്ലോ അലവലാതി. ഇവൻ വലിയ തൊപ്പിയും ഇട്ട് വലിയ കൺട്രാക്ക് വിടുന്ന സൂറത്തുൽ ഫാത്തിഹ മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ അറിയാമോടാ നിനക്ക്? അറിയാമോ? ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഷംനാദ് ഷഹീദ് എന്നങ്ങാണ് ഇതിനകത്ത് പേര് കാണുന്നത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാനുമായിട്ടൊരു ഡിബേറ്റിന് നിനക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ തെറ്റെന്താണെന്ന് നീ തെളിയിക്കണ്ടേ? അതിനുള്ള ഒരു ബാധ്യത നിനക്കില്ലേ? ഇസ്ലാമിനെ തെറി പറയുന്നു പോലും. ഇസ്ലാമിനെ ആരാടാ തെറി പറഞ്ഞത്? നിന്നെ പോലെയുള്ള തന്തയും തള്ളയും ആരെന്നറിയാത്ത ഇതുപോലെയുള്ള എരണം കെട്ട നല്ല തന്തയ്ക്ക് പിറക്കാത്തവന്മാര് വന്ന് ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ ഒരുപക്ഷെ നിന്റെ തന്തയുടെ തന്തയ്ക്ക് പറയേണ്ടി വരുന്നതാണ്. അതൊക്കെ നീയൊക്കെ വില കൊടുത്തു വാങ്ങുന്നതാണ്. എന്താടാ, ലോകത്തേത് തള്ളമാരാടാ 150 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളത്? ഏതു മനുഷ്യനാടാ 150 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളത്? എല്ലാ മനുഷ്യനും മരിക്കും. എന്താടാ, ജാമിദയുടെ ഉമ്മ മാത്രം മരിച്ചപ്പോ നിനക്കൊക്കെ ആഘോഷിക്കാനുള്ളത്? ഇന്ത്യൻ ആർമിയിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ, അവര് രക്തസാക്ഷിയായാൽ അതിന്റെ താഴെ വന്ന് ഇമോജിയിട്ട് പണ്ടാരമടങ്ങുന്ന നിന്നെ പോലെയുള്ള മുറിഞ്ഞ് പകുതി പുറത്തു പോയ സമയത്ത് ബുദ്ധിയുടെ മുഴുവനും പോയ നിന്നെ പോലെയുള്ള തുമ്പൻ സ്ട്രീമിനോട് എന്തോ പറയാനാ? അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം തെറ്റാണ് എന്ന് നീ ഒന്ന് തെളിയിക്കണം. എന്നിട്ട് വേണം വന്ന് കണ്ട്രാവി അടിക്കാൻ, കേട്ടോ? ശരി, എന്താണ് പിന്നെ പറയാനുള്ളത് എന്നും കൂടെ നമ്മളൊന്ന് കേൾക്കണമല്ലോ. കേൾക്കാം. മരണം കാത്തിരിക്കുന്ന ജാമിദ, മുസ്ലിമീങ്ങളുടെ മരണം കാത്തിരിക്കുന്ന ജാമിദ.
അല്ലടാ, അങ്ങനെ ഞാൻ പറഞ്ഞോ? മുസ്ലിങ്ങളുടെ മരണം കാത്തിരിക്കുന്ന ജാമിദ നായക, ജാമിദയ്ക്ക് മരണമില്ലേ? ജാമിദയുടെ വേണ്ടപ്പെട്ടവർക്കൊന്നും മരണമില്ലേ? ഒയ്യോ, മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ മാത്രമാണല്ലേ ജാമിദ അത് പറയാറുള്ളത്? ആ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ജാമിദ, മരണപ്പെട്ടു പോകുന്ന മുസ്ലിമീങ്ങളെ ഏതെങ്കിലും ഒരെണ്ണം നീ ഒന്ന് തെളിയിക്കാത്തിടത്തോളം കാലം നീ പഠിച്ച കള്ളനാണ്. യൂട്യൂബിലൂടെ ഹറാമായ പണമുണ്ടാക്കി പന്നിത്തീട്ടം നക്കുന്നത് പോലെ നക്കിയിട്ട് വന്ന് മതത്തെക്കുറിച്ച് ഹലാലായ ചിന്താഗതികൾ വാരി വിതറുക. നിനക്കൊക്കെ പോയി തൂറി തിന്നൂടെടാ നാറികളെ. ജൂതന്മാരുണ്ടാക്കിയ മീഡിയയിലൂടെ വന്ന് ജൂതന്മാരെ തന്നെ തൂറി മെഴുകിയിട്ട് അത് വാരി തിന്നുന്ന നിരണം കെട്ട കണ്ട്രാവി പിടിച്ചവന്മാരല്ലടാ നീയൊക്കെ, അല്ലേ? മുസ്ലിങ്ങൾ മരിച്ച എന്തോ പറയുന്നറിയാമോ? ഗാസയെ പറഞ്ഞില്ലേ, പലസ്തീൻ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തില്ലേ? അതിന്റെ ചൊരിക്കാണിവന്. തീവ്രവാദികളെന്നും നിരന്തരമായി കൊണ്ട് പരിഹാസിക്കുകയും കളിയാക്കുകയും. പരിഹാസമല്ലടാ, അത് നിനക്കൊക്കെ കിട്ടുന്ന ക്രെഡിറ്റ് ആണ്. തീവ്രവാദികൾ ഇപ്പൊ തന്നെ നീ നമ്പർ 1 തീവ്രവാദിയാ. നീ ഒരു പേരെടുത്ത തീവ്രവാദിയാണ്. കാരണം നിന്റെ വിശ്വാസം പോലെ മറ്റുള്ളവരുമായിരിക്കണം. നീ എന്താണോ ആചരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരും ആചരിക്കണം എന്ന് നീ പറയുന്നില്ലേ? അതാണ് തീവ്രവാദം. നീ മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയുന്നു, അതുപോലെ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയണം എന്ന് നീ പറയുന്നു, നീ ആഗ്രഹിക്കുന്നു. ഇത് തന്നെ തീവ്രവാദം. അശ്ലീലമായ വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്ന ജാമിദ. എടാ, ജാമിദ പറഞ്ഞ ഒരു അശ്ലീലം നീ ഒന്ന് തെളിയിക്കണം. എന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടാകും. അല്ലാതെ നീയൊക്കെ പറയുന്നത് പോലെ കാമോനെ, പൂമോനെ, താമോനെ ഇതൊന്നും ജാമിദ വിളിച്ചിട്ടില്ല. ആ ഒരു മരണത്തിന്റെ നോവറിഞ്ഞു. മറ്റുള്ളവരെ കളിയാക്കുമ്പോഴും. അല്ലടാ, മരണത്തിന്റെ നോവ് ആരാണ് അറിയാത്തത്? എന്റെ പിതാവ് എന്റെ ചെറിയ പ്രായത്തിൽ മരിച്ചതാ. എനിക്കൊരു 11-12 വയസ്സുള്ളപ്പോഴാണ് എന്റെ വാപ്പച്ചി മരിക്കുന്നത്. ആ പ്രായത്തിലേ നോവറിഞ്ഞ ആളാണ് ഞാൻ, കേട്ടോ. പിന്നെ എന്റെ ഒരു സഹോദരൻ എന്റെ മുമ്പിൽ കിടന്നാ മരിച്ചത്. അതും ആ നോവും എനിക്കറിയാം. അവൻ ഒരുപാട് അനുഭവിച്ചു മരിച്ചതാ. അതും എനിക്കറിയാം. വളരെ ചെറിയ പ്രായത്തില് 45-46 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ആ നോവും എനിക്കറിയാം. പ്രത്യേകിച്ച് അറിയിക്കേണ്ട കാര്യമില്ല. ലോകത്ത് മരണത്തിന്റെ നോവറിയാത്ത ഏത് മനുഷ്യനാണ് ഉള്ളത്? പരിഹസിക്കുമ്പോഴും ജാമിദ ഒരുപക്ഷെ ഓർത്ത് കാണില്ല തന്റെ കുടുംബത്തിലും താൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക്. എന്തുവാടാ നീ പറയുന്നേ? നിനക്കൊരു വീഡിയോ കണ്ടന്റ് വേണം അല്ലേ? എന്തോർക്കാനാടാ? ലോകത്തുള്ള എല്ലാ മനുഷ്യനും മരിക്കുമെന്ന് അറിയാത്ത വ്യക്തിയല്ല ഞാൻ. എന്റെ തലച്ചോറിലെ നിന്നെയൊക്കെ പോലെ തീട്ടമൊന്നും വാരി നിറച്ചിട്ടുള്ളതല്ല. ലോകത്തൊരു മനുഷ്യനും കാലാകാലം ഇരുന്ന ചരിത്രമില്ല. ഏറിയാൽ 110 വയസ്സ്. എന്റെ ഉമ്മ 114 വയസ്സ് വരെ ജീവിച്ച ആളാ. അതിനപ്പുറത്തേക്കൊന്നും മനുഷ്യൻ പോകത്തില്ല എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് എനിക്കുണ്ട്. മരണം വന്നെത്തിച്ചേരും. നമുക്ക് കഴിഞ്ഞ ദിവസം ജാമിദയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമിദ യൂട്യൂബിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: എന്റെ ഉമ്മച്ചി പോയി. ഇന്ന് വൈകിട്ട് 3:45 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. ആ കുറിപ്പിനൊപ്പം ജാമിദ ഉമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഈ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധികവും കാണാൻ സാധിച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ജാമിദ ടീച്ചറുടെ മാതാവ് ഖദീജ ബീവി 93 വയസ്സ് പ്രായം അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. പരസ്യമാണ്, ഹറാമായത് തിന്നണമല്ലോ ഇവനൊക്കെ. ആ പോസ്റ്റിലാണ് ഇനി അവൻ പിടിമുറുക്കിയിരിക്കുന്നത്. 93 വയസ്സായിരുന്നു. 13 മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് ജാമിദ ടീച്ചർ. സംസ്കാരം നാളെ തിരുവനന്തപുരം പാളയം പള്ളിയിൽ വെച്ച്. ആദരാഞ്ജലികൾ. നമുക്ക് കബറടക്കം എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. സംസ്കാരം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. തിരുവനന്തപുരം കബറടക്കം എന്ന് തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ ഇന്ത്യയിലാ ജീവിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ മത വിശ്വാസ നിരാസം അനുസരിച്ചിട്ട് തന്നെയാണ് പറയുക. മയ്യത്ത് എപ്പോഴാ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഡെഡ് ബോഡി എപ്പോഴെടുക്കും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മരണാനന്തര ചടങ്ങുകൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 3 എപ്പോഴാണ്, ഫാത്തിഹ എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും അവനവന്റെ മതവിശ്വാസം അനുസരിച്ചിട്ട് അവനവന്റെ ആശയവും ആദർശവും അനുസരിച്ചിട്ട് ചോദിക്കും. ഇപ്പൊ ചില ആളുകൾ ആദരാഞ്ജലികൾ, ചില ആളുകൾ പറയും ശരി മരണത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ചിലർ പറയും ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ ഓരോരുത്തരുടെയും കൾച്ചറാണ്. നിന്നോടൊക്കെ എന്തോ പണയാന്. പാളയം പള്ളിയിലെ ഖബർസ്ഥാനിലാണ് അവരെ അടക്കം ചെയ്തത്. ഈ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമിദ ടീച്ചറിന്റെ അനുയായികളായിട്ടുള്ള സംഘികളും ക്രിസംഘികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം
ഈ ജാമിദയുടെ ഉമ്മയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെയൊക്കെ പോലെ വന്ന് ഇമോജിയിട്ട് ചിരിച്ച് ആഹ്ലാദിച്ചിട്ടില്ലോടാ. നിന്നെയൊക്കെ പോലെ ആ ഉമ്മയുടെ മരണവും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളാക്കി എടുത്തില്ലല്ലോടാ. സംഘികളും എടുത്തില്ല, ക്രിസംഘികളും എടുത്തില്ലല്ലോ. നല്ല തന്തയ്ക്കുണ്ടായി നല്ല തള്ളമാര് വളർത്തിയതാ. അവർക്കറിയാം അവരുടെ വീടുകളിലും മരണം സംഭവിക്കുമെന്ന്. അപ്പൊ നീയൊക്കെ എന്റെ ഉമ്മയുടെ മരണം ആഘോഷിക്കുവല്ലേ ചെയ്തത്? നിന്റെ ഒന്നും തള്ള ചത്ത് ചരിയത്തില്ലടാ. വെക്കുന്നുണ്ട്. അതിൽ കർമ്മ ന്യൂസ് ചാനൽ കൊടുത്ത ഒരു പോസ്റ്റിങ്ങനെയാണ്: ജാമിദ ടീച്ചറുടെ മാതാവ് ഖദീജ ബിവി 93 അന്തരിച്ചു. മതം ഉപേക്ഷിച്ച മകൾക്കൊപ്പം അടിയുറച്ചു നിന്ന ഉമ്മച്ചി. നമുക്ക് വാതുറന്നു കഴിഞ്ഞാൽ നുണ മാത്രം പറയുന്ന കർമ്മ ന്യൂസ് അടക്കമുള്ള ചാനലുകൾ പറഞ്ഞു വെക്കുന്നതാണ് തന്റെ മകൾക്കൊപ്പം ഈ ഉമ്മ അടിയുറച്ചു നിന്നു എന്നൊക്കെയാണ്. പക്ഷെ ആ ഉമ്മയുടെ വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിന്റെയൊക്കെ രീതിയാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളത്. യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ആളെ കൂട്ടേണ്ട കാര്യമില്ല. അവര് സ്വതവേ വന്നു ചേർന്നോളൂ. അങ്ങനെയാണ് നമുക്കൊരിക്കലും തോന്നുകയില്ല. കാരണം തലമുടി മറച്ച് അതിനു മുകളിൽ തലയിൽ ഷോളും ഇട്ട് നിൽക്കുന്ന ഉമ്മയാണ് പല ചിത്രങ്ങളിലും കാണുവാൻ വിചാരിച്ച മറ്റുള്ളവരെ തട്ടം ഇടിയിപ്പിക്കാൻ നിങ്ങളൊക്കെ നടക്കുന്നത് പോലെ നമ്മളൊക്കെ തട്ടം ഊരിക്കാൻ നടക്കുന്ന ആളാണെന്നോ? അല്ല. അതായത് ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മ. ഇവിടെ ജാമിദ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ ഉമ്മയെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ജാമിദയ്ക്ക് ഒരിക്കലും സാധിച്ചു. നിങ്ങളുടെ ജോലിയാ, നമ്മുടെ രീതിയല്ല. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണല്ലോ. ഏത് എക്സ് മുസ്ലിമിന്റെ ജീവിതം പരിശോധിച്ചാലും അവന്റെ സ്വന്തം കുടുംബത്തിലുള്ളവരെ മതം മാറ്റാൻ അവൻ ആർക്കും സാധിച്ചിട്ടില്ല. നേരെ അവരുടെ മാനവികതയാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും. വ്യത്യാസം നിനക്ക് തന്നെ ബോധ്യപ്പെട്ടു. ഇത്തരം ആളുകളുടെ വിവരദോഷങ്ങൾ കേട്ട്, പച്ചനുണകൾ കേട്ട് ഇസ്ലാമിനെ വെറുത്തുകൊണ്ട് പറയുന്നത് കറുത്ത നുണകൾ അല്ലേ? ശരി, പ്പെടുത്തുന്ന മറ്റു ആളുകളാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ആരിഫ് ഹുസൈന്റെ ജീവിതമായാലും ശരി, ജബ്ബാർ മാഷിന്റെ ജീവിതമായാലും ശരി, കൊച്ചു കുട്ടികളെ കേറി പീഡിപ്പിക്കുന്ന, സ്വന്തം മകളെ ഗർഭിണികളാക്കുന്ന, സ്വന്തം ഭാര്യമാരെ ഉസ്താദുമാർക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മുറിയണ്ടികളുടെ ഒന്നും വേദനകൾ നീ കാണുന്നില്ല. അവന്മാരുടെ രീതികളൊന്നും എടുത്ത് വിമർശിക്കാനോ അഭിപ്രായം പറയാനോ നിനക്കൊന്നും പറ്റില്ല. അതിനേക്കാൾ കൂടുതലൊന്നും അല്ലടാ നീ ഈ പറഞ്ഞതൊന്നും. ജീവിതമായാലും ശരി, അവന്മാർക്ക് ആർക്കും സ്വന്തം കുടുംബത്തിലെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നടക്കുന്നതിനു മുമ്പ് സ്വന്തം സമുദായത്തിലെ മതപുരോഹിതന്മാരുടെ ജീവിതം ഒന്ന് നോക്കി നടക്കുന്നത് നല്ലതാ. ക്യാൻസർ പേഷ്യന്റിനെ ഒക്കെ പിന്നെ ഓതിയും ഊതിയും സുഖപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ഒരു തങ്ങളുണ്ടല്ലോ മക്കളെ. എന്തുവാ അറിയാമോ? ഒരു കിളുന്ത് പെണ്ണിനെ കണ്ടപ്പോൾ മോഹമുദിച്ച് അവളുടെ പിന്നാലെ പോയപ്പോൾ ഭാര്യയും മകനും വന്നിട്ട് ഓർമ്മയില്ല, ചെലവിന് പോലും തരുന്നില്ല എന്ന് പറഞ്ഞത് നബിയുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞിട്ട് വന്ന തങ്ങളുപ്പാപ്പ ഓർമ്മയില്ല അല്ലേ? ആ തങ്ങളുപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പണമുണ്ടാക്കലായിരുന്നു. എന്നിരുന്നാലും അതുപോലെയൊന്നും നീ ഈ പറഞ്ഞ എക്സ് മുസ്ലിങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. വ്യക്തിയെ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇനി എന്റെ ചോദ്യം, ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവരൽ എക്സ് മുസ്ലിങ്ങളുടെ ജോലിയല്ല. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടൽ നിങ്ങളുടെ ജോലിയാ. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങളെയും അളക്കുന്നത്. ആ അളവ് കോല് പോരാ മോനെ ഞങ്ങളെ അളക്കാൻ. നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയി. നിങ്ങളോട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇസ്ലാമികമായ രീതി തന്നെ ആയിരിക്കുമല്ലോ ജാമിദയുടെ ഉമ്മയുടെ ഖബറടക്കം പാളയം പള്ളിയിൽ വെച്ച് നടന്നത്. നമുക്കറിയാം, മയ്യത്ത് കുളിപ്പിക്കുക, അതിനുശേഷം മയ്യത്തിന് അടക്കം ചെയ്യുക, അതിനുശേഷം മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഉണ്ടാകും. അതെല്ലാം പഠിപ്പിച്ചത് ആരാണ്? ജാമിദ നിരന്തരമായി കൊണ്ട് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കളിയാക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണല്ലോ. നബി ആര് കണ്ടടാ? ആര് പഠിപ്പിച്ചടാ? മുത്തുനബി ഹദീസുകളൊക്കെ കണ്ടിട്ടുണ്ടോടാ? മുത്തുനബി ഖുർആൻ കണ്ടിട്ടുണ്ടോടാ? മുത്തുനബിയുടെ മയ്യത്ത് ഈ രൂപത്തിലാണ് മറമാടിയത് എന്ന് നിനക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോടാ? ആരടാ മുത്തുനബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്? ആരടാ മുത്തുനബിയെ മറമാടിയത്? 3 ദിവസം വരെ ശവം അവിടെ കിടന്ന് ചീഞ്ഞു നാറിയില്ലേ? അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് ആളുകൾ മൂക്കും പൊത്തി ഓടിയില്ലടാ മക്കയിൽ നിന്ന്, മദീനയിൽ കിടന്നിട്ട് അന്ത്യം. പിന്നെ ഉമ്മയ്ക്ക് വേണ്ടി മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് എൻ്റെ ഉമ്മ ഇതൊക്കെ വിശ്വസിച്ചിരുന്ന ആളാ. എൻ്റെ ഉമ്മ വിശ്വാസിയാ. ഞാൻ മാത്രമേ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളൂ. ഞാനത് ചെയ്തിട്ടുമില്ല. ഈ കബറടക്ക ചടങ്ങുകൾ മറ്റുമൊക്കെ എന്തുകൊണ്ട് തന്റെ സ്വന്തം ഉമ്മയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത്? ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അലവലാതി. ലിംഗത്തിൽ നിന്ന് കൈയെടുത്തിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ. ഞാനാണ് മതം ഉപേക്ഷിച്ചത്. ഞാനാണ് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നത്.
എനിക്ക് അങ്ങനത്തെ ഒരു മരണാനന്തര കർമ്മങ്ങളും ചെയ്യില്ല. അത് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തെങ്കിലല്ലേ അത് തെറ്റാകത്തുള്ളൂ. ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ ഉമ്മച്ചി വിശ്വാസിയാണ്. എൻ്റെ ഉമ്മച്ചി ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. എവിടെയാ തെറ്റ്? ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവനെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത്. ഞാനത് ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മാത്രമേ അതിൽ വിശ്വസിക്കാത്ത ആളുള്ളൂ. എൻ്റെ ഉമ്മച്ചി അതിൽ വിശ്വസിക്കുന്ന ആളാണ്. വാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് 6-ാം നൂറ്റാണ്ടിലെ. ഏത് നബി വാപ്പിച്ചടാ? നബിയുടെ ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ചതാരാ? നബിയുടെ പിതാവിന്റെ മയ്യത്ത് കുളിപ്പിച്ചതാരാ? ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര് മരിച്ചപ്പോൾ ഈ മരണാനന്തര കർമ്മങ്ങൾ ഏവം പഠിപ്പിച്ചു. ആര് ചെയ്തു? ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാതെ ജാമിദായെ പാപ്പിച്ചാൻ വരരുത്. ഈ ഷംനാദ് എന്ന് പറയുന്ന ഈ മുറിയനുമായി, ഇവന് വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇവനുമായിട്ടൊരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. നീ തയ്യാറുണ്ടോ? ഞാൻ പറയുന്നത് എന്താണ് നുണ, എന്താണ് അശ്ലീലം, എന്താണ് തെറി എന്ന് നീ തെളിയിക്കണം. മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈസാ നബി വരെയുള്ള 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ മറമാടിയത് യുക്തിവാദികളെ മറമാടുന്നത് പോലെയായിരുന്നോ? കാഫിറുകളെ മറമാടുന്നത് പോലെയായിരുന്നോ? സംഘികളെയും ക്രിസംഘികളെയും എക്സ് മുസ്ലിങ്ങളെയും മറമാടുന്നത് പോലെയായിരുന്നോ? മരണാനന്തര കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് നബിയാണ് എന്നല്ലേ ഇവൻ പറയുന്നത്? ആദം നബിയുടെ 2 മക്കൾ പെണ്ണിനു വേണ്ടി തമ്മി തല്ലി ചത്തപ്പോൾ എങ്ങനെയായിരുന്നു ഹാബീലിനെ കാബീലു മറമാടിയത്? പറയണം നീ. ഇതിന് മറുപടി പറയാതെ പോകരുത് നീ. എന്നാൽ നീ ഒരു ഭീരുവാണ്. എന്റെ ചാലഞ്ച് നീ ഏറ്റെടുക്കണം. ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് 100% ഉറപ്പുള്ളിടത്തോളം, ആരുടെ മുമ്പിലും അത് എക്സ്പോസ് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ ആർജവത്തോടെ തന്നെ സംസാരിക്കും. ഒരു കാക്കയെ കൊണ്ടാണ് ഖുർആനിക നിയമപ്രകാരം കുഴിവെട്ടി മണ്ണിട്ട് മൂടാൻ പഠിപ്പിച്ചത് അല്ലാഹു. എങ്ങനെയാണ് ഹാബീലിനെ കാബീല് മറമാടിയത്? മയ്യത്ത് കുളിപ്പിച്ചോ? യാസീനും തൽക്കീനും ഒക്കെ ഓതിക്കൊടുത്തോ? മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ? 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞോ? മൂക്കിൽ പഞ്ഞി വെച്ചോ? 2 പെരുവിരൽ തമ്മിൽ കൂട്ടിക്കെട്ടിയോ? കൈ നെഞ്ചത്തു വെച്ച് കെട്ടിയോ? മയ്യത്ത് നമസ്കരിച്ചോ? അപ്പൊ അവരൊക്കെ അറാമർന്നവരാ? അവരൊക്കെ സംഘികളും ക്രിസംഘികളും കാഫിറുകളുമാ? അറിയാത്ത വിഷയത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോൾ നീ എന്നല്ല, നിന്റെ കൊടികെട്ടിയ പണ്ഡിതന്മാരാണെങ്കിലും ശരി, അണ്ണാക്കിൽ പിരിവെട്ടി അവിടെ ഇരിക്കേണ്ടി വരും. പ്രാകൃത മരത്തിലെ കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം ജാമിദയ്ക്കുണ്ടായോ? ജാമിദ നിന്നെ പോലെ തീവ്രവാദി അല്ലാത്തത് കൊണ്ട്, ജാമിദ നിന്നെ പോലെ തീവ്രവാദി അല്ലാത്തത് കൊണ്ട് ഓരോ വ്യക്തിയുടെയും മനുഷ്യാവകാശം എന്താണ് എന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തിയായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കലാണ് എന്റെ ധാർമ്മികത എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. നിന്നെ പോലെ ഒരു തീവ്രവാദി അല്ലാത്തത് കൊണ്ട്, എന്നെ പോലെ തന്നെ ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. യുക്തിവാദത്തിലേക്ക് അങ്ങനെ കൂട്ടിയല്ല ആളുകൾ വരേണ്ടത്. ഉണ്ടായില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരന്തരമായി കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കും, കളിയാക്കും, പരിഹസിക്കും. എന്നിട്ട് അവസാനം അടക്കം ചെയ്യുന്നതോ പള്ളിക്കാട്ടിലായിരിക്കും. നാറി, എന്റെ ഉമ്മച്ചി ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല, ഇസ്ലാമിനെ പരിഹസിച്ചിട്ടില്ല, പള്ളിക്കാട്ടിൽ അടക്കുകയും ചെയ്തു. എന്തേ? നിന്റെ തള്ളയും എങ്ങനെയാണോ ചത്തത്, ചത്തിട്ടില്ലെങ്കിലും നാളെ ചാവാൻ പോകുന്നത്, മറമാടാൻ പോകുന്നത്, അതുപോലെ തന്നെയാണ് എന്റെ ഉമ്മച്ചി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു നിരീശ്വരവാദിയായ, സോഷ്യൽ മീഡിയയിൽ കൂടി അള്ളാഹുവിനെയും നിബിധങ്ങളെയും നിരന്തരമായി പരിഹസിക്കുന്ന ഒരു യുക്തിവാദിയായ മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി. അവസാനം ആ മനുഷ്യനെ അടക്കം ചെയ്തത് പള്ളിക്കാട്ടിലായിരുന്നു. അത് ജീവിച്ചിരിക്കുന്നവരുടെ തെറ്റ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പോയില്ലേ? പിന്നീട് ജീവിച്ചിരിക്കുന്നവരല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലല്ലേ ഇതൊക്കെ ഇവനോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അയാളല്ലല്ലോ, അയാൾ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നെ പള്ളിക്കാട്ടിൽ അടക്കണമെന്ന്. ഉവ്വോ, എന്നാലല്ലേ അത് തെറ്റാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചത്തുപോയി, ഇപ്പൊ എന്റെ ഇക്കായും മക്കളും ഒക്കെ പറയണം എന്നെ പള്ളിയിൽ തന്നെ കബറടക്കണം. അത് എന്റെ മേലെ വെച്ച് കെട്ടണമെങ്കിൽ നിന്റെ തലക്കകത്ത് തീട്ടമല്ലട, അതിനേക്കാൾ കൂടിയ സാധനമാണ്. ആണ് ഇത്തരം യുക്തിവാദികളുടെ അവസ്ഥ. ഇസ്ലാമിനെ ഞങ്ങൾ വിമർശിക്കും, ഇസ്ലാമിനെ ഞങ്ങൾ കളിയാക്കും. അത് യുക്തിവാദികളുടെ അവസ്ഥയല്ല, ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ഗതികേട്.
6-ാം നൂറ്റാണ്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾ മരണപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവസാനം പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും ഒരു 6 മണ്ണ് തരണേ എന്നാണ് ഇത്തരം യുക്തിവാദികളുടെ ചിന്ത എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി പ്രധാനപ്പെട്ട എന്നോട് 2 ചോദ്യം ചോദിക്കണമെന്നാ പറഞ്ഞത്. ഒന്നാണ്, അവൻ മറമാടിയപ്പോൾ എതിർത്തോന്ന്. എന്റെ ഉമ്മച്ചി വിശ്വാസിയായിരുന്നു, ഞാനാണ് യുക്തിവാദിയായത്. എന്റെ യുക്തിവാദം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് തീവ്രവാദമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ കേൾക്കുന്ന തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു ചോദ്യം കൂടി ജാമ്യതയോട് ഞാൻ ചോദിക്കാം. ജാമ്യതയുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മുസ്ലിമായ വ്യക്തി ഹൂറികളുടെ അടുത്തേക്ക് പോകുമെന്നാണല്ലോ നിങ്ങൾ നിരന്തരമായി കൊണ്ട് പരിഹസിക്കാറുള്ളത്. ഞാനല്ലടാ നാറി, നിന്റെ ഗ്രന്ഥം പറയുന്നതാ, നിന്റെ പുസ്തകം പറയുന്നതാണ്. ഖുർആനും ഹദീസും പറയുന്നതിനനുസരിച്ചിട്ട് മാത്രമേ ജാമിദ പറഞ്ഞിട്ടുള്ളൂ. അതുപോലും അറിയാതെ എന്നോടാ നീ ജാമിദയ്ക്ക് മറുപടിയുമായിട്ട് വന്നിരിക്കുന്നത്. ജാമിദ പറയുന്നതാണെന്ന് അതിന് ഇവൻ ഖുർആനും ഹദീസും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാമ്യതയുടെ ഉമ്മയും ഹൂറികളുടെ അടുത്തേക്കാണോ പോയിരിക്കുന്നത്? മറ്റൊന്ന് ആയിരുന്നടാ എന്റെയും ചോദ്യം. ഇവിടത്തെ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഹൂറന്മാരെ കിട്ടുമോ എന്നാ ജാമിദ ചോദിച്ചിരുന്നത്. ഇഷ്ടികയും ഓടും എന്ന് എഴുതി വെച്ച ഉടനെ തന്നെ നീ ചോദിച്ചു, ഇഷ്ടിക ഓടുമോ എന്ന് ചോദിച്ചിട്ട് നീ ഓടി. താഴെ വിൽക്കപ്പെടുമെന്ന് കൂടിയുണ്ട്, അതും കൂടി കേൾക്കണമായിരുന്നു. അടക്കമുള്ള യുക്തിവാദികൾ പറഞ്ഞു വെക്കുന്നത് സ്വർഗവും നരകവും ഒന്നുമില്ല എന്നൊക്കെയാണല്ലോ. അത്തരത്തിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജാമിദയുടെ ഉമ്മ എവിടേക്കാണ് പോവുക? സ്വർഗത്തിലോ? മണ്ണിൽ അലിഞ്ഞു ചേരും, അത്രേ ഉള്ളൂ. സ്വർഗവും നരകവും ഒക്കെ നിന്റെ വിശ്വാസമാണ്, എന്റെ ഉമ്മച്ചിയുടെയും എന്റെ സഹോദരങ്ങളുടെയും വിശ്വാസമാ, എന്റെ വിശ്വാസമല്ല. ഒരു മനുഷ്യൻ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, ആ ശരീരത്തിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് അവരറിയുന്നുണ്ടോ? അതുപോലെ അത് തന്നെ ഒരു മിനി ഡെത്താ. അപ്പൊ ഇനി പിന്നെ വലിയ ഡെത്ത് നടന്നാലോ, റിയൽ ഡെത്ത് നടന്നാലോ ഒന്നും അറിയാൻ പോകുന്നില്ല. ആ ശരീരം മണ്ണുമായിട്ട് ലയിച്ചു തീരും, അത്രേ ഉള്ളൂ. നരകത്തിലോ? ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജാമിദ എന്റെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി തരണേ. മറ്റുള്ളവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും തരും, തന്നിരിക്കും, തരാതെ പോകത്തില്ല. കാരണം നീ ചോദിച്ചത് വളരെ വിലപ്പെട്ട 2 സംശയങ്ങളല്ലേ. ഒന്നാമത്തെ സംശയം, എന്റെ ഉമ്മച്ചി എന്തിനാണ് മതപരമായ രൂപത്തിൽ മറമാടിയത് എന്നല്ലേ. ഉമ്മച്ചി മതവിശ്വാസിയായതുകൊണ്ട്, ഞാൻ അതിനകത്ത് കൂടിയിട്ടുമില്ല, എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, എന്റെ ഉമ്മച്ചി എങ്ങോട്ട് പോയി എന്നല്ലേ. എങ്ങോട്ടും പോയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല, മണ്ണിനോട് ലയിച്ചു. അതവിടെ കിടന്ന് സാധാരണ ഒരു മനുഷ്യന്റെ ശരീരം എന്താണോ മണ്ണിനടിയിൽ കിടന്ന് സംഭവിക്കുന്നത് അത് തന്നെ എന്റെ ഉമ്മച്ചിയുടെ ബോഡിക്കും സംഭവിക്കും, അത്രേ ഉള്ളൂ. ാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ജാമിദയ്ക്ക് 100 നാവായിരിക്കും. പക്ഷെ നേരെ മറിച്ച് അത് തന്റെ സ്വന്തം പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയുടെ കാര്യത്തിലായിരിക്കും. എന്റെ ഉമ്മച്ചിയുടെ കാര്യത്തിലാണെങ്കിലും സത്യം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതിനും 100 നാവ് തന്നെ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. എല്ലാ മനുഷ്യന്റെ ശരീരവും മൃഗങ്ങളുടെ ശരീരവും എന്താണോ മണ്ണിനടിയിൽ കിടന്ന് സംഭവിക്കുന്നത് അതേ പ്രോസസ്സ് തന്നെയായിരിക്കും ജാമിദയുടെ ഉമ്മായിക്കും സംഭവിക്കുന്നത്. ഷംനാദിന്റെ ഉമ്മായിക്ക് മാത്രം ഒരു പ്രകാശ വലയം അങ്ങനെ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക് ഒരു വാതില് കബറിൽ നിന്നിട്ട് അതിനകത്ത് ഇദാ ജാഅക്കൽ മലക്കാനി 2 മലക്കുകൾ വരുന്നു. സായിലാനി, അവർ ചോദ്യം ചോദിക്കുന്നു, മൻ റബ്ബുക മൻ നബിയുക മൻ മാ ഖിബ്ലതുക മൻ നബിയുക എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നു. ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുന്നു. അങ്ങനത്തെ വിശ്വാസമൊന്നും ജാമിദയ്ക്കില്ല. ഉമ്മച്ചി മരിച്ചു, അതിലെനിക്ക് സങ്കടമേ ഉള്ളൂ. ഉമ്മച്ചിയുടെ നാളത്തെ ഖബറിനെ ഓർത്തിട്ട് ഒരു ഭയമില്ല, സ്വർഗവും നരകവും വിചാരണയും ഓർത്തിട്ടൊരു ഭയമില്ല. അത് പറയാൻ ചില മടികളുണ്ടാകും. ഈ സ്ത്രീ ഇത്തരത്തിൽ വഴികേടിലായതിൽ ആ ഉമ്മയെ കുറ്റം പറഞ്ഞിട്ട് വഴികേടിലായത് ഞാനോ എന്റെ ഉമ്മച്ചിയോ കാരണമല്ല, നിന്റെ പടച്ചവൻ കാരണമാണ്. അള്ളാഹുവിന്റെ ബാധ്യതയാകുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സന്മാർഗം നൽകുക എന്നത്. അത് നൽകാതെ ആ ബാധ്യതയിൽ നിന്നും പിന്മാറി നിന്ന അള്ളാഹുവാണ് കുറ്റക്കാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നു അബൂലഹബ്. ഖുറൈശി പ്രമുഖനും പണക്കാരനും പ്രതാപശാലിയുമായിരുന്ന അബൂലഹബിന് അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് മാലിന്യമെറിയലും തെറിവിളിക്കലും നിബിധങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മുള്ളു വിതരലുമൊക്കെയായിരുന്നു. പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട അബൂലഹബ് പക്ഷെ നിബിധങ്ങളുമായി ഉണ്ടായിരുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളും അറുത്തെറിയുകയാണ് ചെയ്തത്. ഹറാമായ മാർഗത്തിലൂടെ തീട്ടം തിന്നണ്ടേ, ഇവന്മാർക്ക് പരസ്യമുണ്ട്, ജൂതനെ തെറിയും പറയും. ഇവരുടെയൊക്കെ ജീവിതം ഏതെങ്കിലും രൂപത്തിൽ ഹലാലാണോ? അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കിയുള്ളവരെ പാപ്പിച്ചാൻ വരേണ്ടത്. കൊല്ലപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് അബൂലഹബ് തളർന്നുപോയി. യുദ്ധത്തിൽ നിന്ന് തന്ത്രപരമായി മുങ്ങിയ അബൂലഹബ്
പക്ഷെ അള്ളാഹുവിന്റെ പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ബാക്കിയായി മാറി. കഠിന ദുഃഖവും മോഹഭംഗവും എല്ലാം അബൂലഹബിനെ രോഗിയാക്കി മാറ്റി. പിന്നെ 10 ദിവസത്തിനപ്പുറം അബൂലഹബിന് ജീവിക്കാൻ കഴിഞ്ഞില്ല. ദേഹത്തൊരുതരം വൃത്തികെട്ട കുരുക്കൾ പൊങ്ങി വ്രണമായി മാറി. അറപ്പും വെറുപ്പും സഹിക്കവയ്യാതെ വീട്ടിലുണ്ടായിരുന്നവർ അബൂലഹബിനെ പടച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ അബൂലഹബ് സന്മാർഗത്തിൽ വരുമായിരുന്നല്ലോടാ. എന്തേ പടച്ചവൻ അത് വിചാരിക്കാതെ പോയത്? പടച്ചവന്റെ പരിധിയിൽ പോയി അല്ലേ? പോയി. ആരും സഹായിക്കാനില്ലാതെ ഉരുറ്റു വെള്ളം നൽകാൻ മക്കൾ പോലുമില്ലാതെ ആ ഖുറൈശി പ്രമാണി പുഴുത്തു മരിച്ചു. മരിച്ച ശേഷം 3 ദിവസത്തോളം ആരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. നമ്മുടെ നബിയണ്ണനും അങ്ങനെ തന്നെ പുഴുത്തു, അറിഞ്ഞില്ല അല്ലേ നീ? മൃതദേഹം പുഴുത്ത് ജീർണിച്ചു നാറി. ഒടുവിൽ നാറ്റം സഹിക്കവയ്യ. നബിയുടെയും മൃതദേഹം ചീഞ്ഞ് നാറി. നാറ്റം സഹിക്കവയ്യാതെയാണ് മദീനക്കാര് കുഴിവെട്ടി മൂടിയത്. ആരടാ കുളിപ്പിച്ചത്? അയൽക്കാർ ബന്ധുക്കളെ കഠിനമായി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ കുറച്ച് അബസീനക്കാരെ കൂലിക്ക് വിളിച്ചുകൊണ്ട് ആ മൃതദേഹം മറവ് ചെയ്യാൻ പറഞ്ഞത്. അവർ വന്ന് വീടിന് മുന്നിൽ തന്നെ ഒരു കുഴിയെടുത്ത് പുഴുത്ത ശരീരം ഒരു വടി കൊണ്ട് കുഴിയിലേക്ക് തോണ്ടിയിടുകയാണ്. എടാ, നബിയുടെ ശരീരവും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായിരുന്നു പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബിന്റെ അവസാനം എന്ന് പറയുന്നത്. നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാർ വരെ ഇത്തരത്തിൽ വഴികേടിലായിട്ടുണ്ട്. തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയായിരുന്നു. ശരി, അതൊക്കെ വേറെ ടോപ്പിക്കാണ്. അപ്പോൾ ഇവനുമായി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഏത് വിഷയമാണെങ്കിലും അവൻ തെരഞ്ഞെടുത്തോട്ടെ, അത് എന്റെ വിഷയമല്ല. അത് അവൻ തെരഞ്ഞെടുത്തു. കാരണം എന്നെ കുറിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവൻ ഉന്നയിച്ചിട്ടുള്ളതെല്ലാം. കാരണം അശ്ലീലം പറയുന്നു, നുണ പറയുന്നു, ഇല്ലാത്തത് പറയുന്നു, പരിഹസിക്കുന്നു, മുസ്ലിങ്ങൾ മരിച്ചാൽ ആഘോഷിക്കുന്നു, മുസ്ലിങ്ങളുടെ മരണം കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഇവൻ തെളിയിക്കണ്ടേ? അപ്പൊ ജാമിദ നുണ പറയുന്നു എന്ന് നീ ഒന്ന് തെളിയിക്കണം. 1, നീ എന്നോട് പറഞ്ഞല്ലോ, മറുപടി പറയണം, ഞാൻ പറഞ്ഞല്ലോ. 2, നിന്റെ ഉമ്മായിക്കു മരണമില്ലേ? നിന്റെ ഉമ്മായോ നിന്റെ വാപ്പായോ വേണ്ടപ്പെട്ടവരോ മരിക്കില്ലേ? ഇന്നേ കാലം വരെ നിന്റെ ഓർമ്മയിൽ 110, 115, 150 വയസ്സിനപ്പുറം ആരെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടോ? ജാമിദ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മരണമില്ലെന്ന്? പിന്നെ ജാമിദയുടെ ഉമ്മായെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? യൂട്യൂബിന്റെ പൈസ ഹറാമാണോ ഹലാലാണോ എന്നുകൂടി നീ ഒന്ന് പറയണം കേട്ടോ, പറഞ്ഞു വെക്കുമ്പോ. യൂട്യൂബിലൂടെ പണമുണ്ടാക്കുക, ജാമിദയുടെ മുഖം കാണിച്ച് ജാമിദയുടെ ഉമ്മായെ വരെ മാർക്കറ്റിംഗ് ടൂളാക്കി മാറ്റി, അങ്ങനെ ആ മയ്യത്തിനെ തിന്നുവാണല്ലോ നീ ഇപ്പൊ ചെയ്തത്. എന്റെ ഉമ്മച്ചിയെ പറയാൻ എന്ത് യോഗ്യതയാണടാ നാറി നിനക്കുള്ളത്? എന്റെ ഉമ്മച്ചി മതത്തിൽ നിന്നും പുറത്തു വന്നു എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 1. ശരി, നിന്നോട് ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 ചോദ്യങ്ങൾ ഞാനൊന്ന് ചോദിക്കാം. ഇസ്ലാം മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ ശരിയും ഒരേ ഒരു മതവും എന്ന് പറയുന്നുണ്ടല്ലോ. മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതം സ്ഥാപിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ, ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ മുസ്ലിങ്ങളായിരുന്നു. അവർക്ക് എവിടെ നിന്ന് ഇസ്ലാം കിട്ടി? അവർ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിട്ടില്ല, അല്ലെ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നവരാരും സാക്ഷ്യം വഹിച്ചിട്ടില്ല. അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. 2, പ്രവാചകനാണ് മയ്യത്ത് സംസ്കരണം പഠിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, മുഹമ്മദ് നബിക്ക് മുമ്പ് വരെയുള്ള ആളുകൾ, ഇവരൊക്കെ ഏത് രൂപത്തിലായിരുന്നു മയ്യത്ത് സംസ്കരണം നടത്തിയിരുന്നത്? 3, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണല്ലോ ഇന്ന് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ? പ്രവാചകൻ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അബൂബക്കർ കണ്ടിട്ടുണ്ടോ? ഉമർ കണ്ടിട്ടുണ്ടോ? ഇത് അള്ളാഹുവിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അടുത്ത ചോദ്യം, ലാസ്റ്റ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് പോയിട്ട് വന്ന ആരെങ്കിലും പറഞ്ഞ രൂപത്തില്? ഈ പുസ്തകത്തിൽ നിന്നൊന്നും വേണ്ട, അതിനകത്തു നിന്നാണല്ലോ നമ്മൾ ഈ പറയുന്നത് ഉണ്ട് എന്ന്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്കതൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈ വിഷയത്തിൽ ഡിബേറ്റിനുണ്ടോ? ഞാൻ തയ്യാറാണ്. നന്ദി.